നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 2-3 വർഷം മെഡിസിൻ ഫോളോ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഷോർട്ട് കട്ടാണ് സർജറി ചെയ്യുന്നത്. വെറും 6 months കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് അർച്ചന ഗർഭിണിയാകും അർത്ഥം. സർജറി എന്നൊക്കെ കേൾക്കുമ്പോ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. അതാ ഇതൊന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ സർജറിയിലൂടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്തിനാ വെറുതെ കുറെ വർഷം കാത്തിരിക്കുന്നോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പേടിയൊന്നുമില്ല ഡോക്ടർ. സർജറി എത്രയും വേഗം ചെയ്യാം. ഡോക്ടർ പറഞ്ഞ പോലെ എന്തിനാ കുറെ വർഷം ഇനിയും കാത്തിരിക്കുന്നത്? കഴിയുന്നതും എത്രയും വേഗം എനിക്കൊരു അമ്മയാവണം. അർച്ചന പറഞ്ഞതാ ശരി. എന്തിനാ നമ്മളായിട്ട് വൈകിപ്പിക്കുന്നേ? നാളെ രാവിലെ അർച്ചന ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ സച്ചിക്ക്? എങ്കിൽ പിന്നെ നാളെ തന്നെ നമുക്ക് സർജറി ചെയ്യാം. നാളെ എന്ന് പറയുമ്പോ പറ്റും ഡോക്ടർ. നാളെ ഞാൻ വന്ന് അഡ്മിറ്റ് ആവാം. ഡോക്ടറുടെ സൗകര്യം പോലെ നാളെ തന്നെ സർജറി നടത്താം. ഞങ്ങൾക്കതിന് ഒരു തടസ്സമില്ല. ഗുഡ്. അർച്ചനയുടെ സംസാരത്തിന് എനിക്ക് മനസ്സിലായത് അർച്ചനയ്ക്ക് ഒരു അമ്മയാവാൻ എന്തുമാത്രം താല്പര്യമുണ്ടെന്ന. അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നാളെ രാവിലെ തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ. സർജറിക്കുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ഒരു പ്രതീക്ഷയില്ലാതെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ ഞങ്ങള്. പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറോട് സംസാരിച്ചപ്പോ എന്തോ വല്ലാത്തൊരു സമാധാനം. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയതാ ഡോക്ടർ ഇപ്പൊ ഉറപ്പ് പറഞ്ഞത്. പണ്ടത്തെ കാലമൊന്നും അല്ല അർച്ചന ഇത്. എല്ലാത്തിനും പ്രതിവിധികളുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന കേസുകളിൽ എത്രയോ നിസ്സാര കേസ് അർച്ചനയുടേത്. അത് നമുക്ക് മാറ്റാം. എന്താ പോരെ? മതി ഡോക്ടർ. ഡോക്ടറുടെ ഉറപ്പ് മതി ഞങ്ങൾക്ക്. എങ്കിൽ പിന്നെ വളരെ സന്തോഷത്തോടെ പോയിട്ട് വാ അർച്ചനെ. എന്നിട്ട് നാളെ രാവിലെ വന്നാൽ മതി. ശരി ഡോക്ടർ. പോയിട്ട് വരാം. ശരി ഡോക്ടർ. ഹലോ ഡോക്ടർ. അർച്ചന എന്ന് പറയുന്ന പേഷ്യന്റും അവരുടെ ഹസ്ബൻഡും വന്നിരുന്നു. ഒരു സർജറി ചെയ്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന കള്ളം പറഞ്ഞപ്പോ അതേപടി വിശ്വസിച്ചു പോയിട്ടുണ്ട്. അല്ല, എപ്പോഴത്തേക്കാ ഈ സർജറി ചെയ്യാൻ പറ്റുന്നേ? നാളെ തന്നെ. എന്തിനാ അത് വൈകിപ്പിച്ച് കാത്തിരിക്കുന്നത്? നാളെ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് നാളെ വന്നാൽ സർജറി ഞാൻ നടത്തും. അത് പ്രസവിക്കാനുള്ള സർജറി അല്ല, എന്നേക്കുമായി പ്രസവിക്കാതിരിക്കാനുള്ള യൂട്രസ് റിമൂവൽ സർജറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.